അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുസഭയിൽ നിന്ന് കർത്താവിന്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പിന്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തുവിന്റെ രക്ഷാകര കർമ്മത്തിൽ പ്രധാനമായ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. ദൈവത്തിന്റെ തിരുവിഷ്ടം എന്താണോ അത് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. വിശുദ്ധ യൗസേപ്പ് ഒരു നീതിമാനായിരുന്നു എന്ന് വിശുദ്ധ മത്തായി സുവിശേഷകൻ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു. നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്തു നോക്കാം. എത്രത്തോളം നീതിപൂർവമാണ് നാം മറ്റുള്ളവരുമായി പ്രവർത്തിക്കുന്നത്? എത്രത്തോളം നീതിപൂർവമാണ് നാം പെരുമാറുന്നത്? നമ്മെ വിധിക്കുന്നവൻ നീതിമാനാണ്. അവന് മുൻപിൽ നാം നീതി പ്രവർത്തിക്കണം. അനീതി പ്രവർത്തിക്കുന്നവർക്കെതിരെ അവനും അനീതി പ്രവർത്തിക്കും. ആയതിനാൽ അനീതി പ്രവർത്തിക്കുന്നവരാകാതെ നീതിപൂർവമായ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാകാം. അതുപോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ അവൻ തന്റെ ജനങ്ങളുടെ പാപങ്ങൾ പൊറുക്കും എന്ന് പറയുന്നു. ആ വചനഭാഗം അക്ഷരം പ്രതി പൂർത്തിയായി. നമ്മുടെ എല്ലാം പാപങ്ങൾക്ക് പരിഹാരമായി ആ 33 വയസ്സുകാരൻ കുരിശിൽ മരിച്ചു. അല്ല, നമ്മുടെ പാപങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ അവനെ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ അവിടം കൊണ്ട് ഒന്നും അവസാനിച്ചില്ല. എഴുതപ്പെട്ടതുപോലെ തന്നെ അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും പിതാവിന്റെ വലതുഭാഗത്ത് ഭൂഷണാവുകയും ചെയ്തു. ഇനി ഒരിക്കൽ കൂടി നമ്മെ വിധിക്കുവാനായി അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരും. അതിനുള്ള തയ്യാറെടുപ്പാണ്, കാത്തിരിപ്പാണ് നാം അനുഷ്ഠിക്കുന്ന ഈ ഉപവാസം. ഉപവാസം എന്നത് ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, കർത്താവിന് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. നന്മയും നീതിയും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ചെയ്തുപോയ തെറ്റുകൾക്കെല്ലാം പശ്ചാത്തപിച്ച് അതിന് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. ആയതിനാൽ ഈ തപസ്സുകാലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും കർത്താവിനോട് മാപ്പ് ചോദിക്കാം. എല്ലാ തിന്മകൾക്കും പരിഹാരം ചെയ്യാം. നന്മയും നീതിയും പ്രവർത്തിക്കുന്നവരാകാം. വിശുദ്ധ യൗസേപ്പിനെ പോലെ ഒരു നീതിമാനാവാൻ നമുക്കും ശ്രമിക്കാം. ദൈവത്തോട് കൂടെ ആയിരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.